അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫുൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ. മാന്യ സഹോദരന്മാരെ, സഹോദരികളെ, ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന അമുസ്ലിം സഹോദരന്മാരെ, നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം, ഈ ഭൗതിക ലോകത്ത് ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ മറ്റൊരു ദിനം, ഏതെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം, തിങ്കളാഴ്ചയോ ബുധനാഴ്ചയോ ചൊവ്വാഴ്ചയോ വേഴമോ, ഏതെങ്കിലും ഒരു ദിവസം 24 മണിക്കൂറിൽ നിന്ന് ഏതെങ്കിലും ഒരു സെക്കൻഡിൽ നമ്മുടെ ജീവൻ പടച്ച തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് പോകേണ്ടവരാണ്. നാം മയ്യത്തിനെ ആദരിക്കുന്ന വിഷയത്തിൽ മറ്റു മതസ്ഥരെ അപേക്ഷിച്ച് വളരെയധികം മുൻപന്തിയിലാണ് നിലകൊള്ളുന്നത്. ഹിന്ദുക്കളാണ് എങ്കിൽ അവർ മരണപ്പെട്ടാൽ അവരുടെ ജഡം ആദരപൂർവം അവർ സംസ്കരിക്കുകയാണ്. അവരുടെ പ്രാചീനരായ അവരുടെ കാരണവന്മാർ നടത്തിക്കൊണ്ടു വന്നിരുന്നതായ ആ സമ്പ്രദായത്തിലൂടെ അവർ അവരുടെ മൃതദേഹം സംസ്കരിക്കുന്നു. അതുപോലെ ക്രൈസ്തവ സഹോദരന്മാരാണ് എങ്കിൽ അവരുടെ സെമിത്തേരിയിൽ കൊണ്ടുപോയി ആദരപൂർവ്വം മറവ് ചെയ്യുന്നു. ദുഃഖത്തോടെയും വിഷമത്തോടെയും അവർ മറവ് ചെയ്യുന്നു. മുസ്ലിങ്ങളാണ് എങ്കിൽ ജുമുഅത്ത് പള്ളിയോടനുബന്ധിച്ചുള്ള ഖബർസ്ഥാനിൽ കുഴിയുണ്ടാക്കി അതിൽ ഖബറടക്കം ചെയ്യുന്നു. ഈ 3 വ്യവസ്ഥിതിയിലാണ് മരിച്ചു കഴിഞ്ഞാൽ മറവ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ മരിച്ച മയ്യത്തിനോട് ആദരവ് കാണിക്കുക എന്നത് ഏറ്റവും വലിയ ഒരു കാര്യമാണ്. ഇസ്ലാമിക ദർശനം വെച്ച് നോക്കുമ്പോൾ മറ്റു മതസ്ഥരേക്കാൾ കൂടുതലായി മയ്യത്തിനെ ആദരിക്കുന്നുണ്ട്. ഒരു കൂട്ടർ സെമിത്തേരിയിൽ പെട്ടിയോടുകൂടി കയറിൽ ബന്ധിച്ച് കെട്ടിയിറക്കി അങ്ങോട്ട് വെക്കുമ്പോൾ, ഒരു കൂട്ടരെ ചിതയിലേക്ക്, വിറകിൻ്റെ കൊള്ളിയിലേക്ക് വാരാണസിയിലെ ഡെയിലി 100 കണക്കിന് ഹൈന്ദവ സഹോദരന്മാരെ ദഹിപ്പിക്കുന്നുണ്ട്. അത് നാം കണ്ടു കഴിഞ്ഞാൽ പട്ടിയെപ്പോലും കാണിക്കാം, പട്ടിയോട് പോലും ചെയ്യാത്ത രീതിയിലുള്ള വളരെ അനാദരവോടുകൂടി ആ മൃതദേഹങ്ങളെ മര്യാദയ്ക്ക് വിറക് വെച്ച് പോലും മൂടാതെ കുറച്ച് കത്തിച്ച് ചുട്ടെടുക്കുന്ന രീതിയിൽ ആ വിറകും കൊള്ളിയിലേക്ക് വലിച്ചെറിയുന്ന കാഴ്ച വാരാണസിയിലെ കഴിഞ്ഞ കുംഭകോണത്തിൻ്റെ ഇടയ്ക്കുണ്ടായ പല പല വീഡിയോകളിലും ദർശിക്കാൻ ഉണ്ടായി. പക്ഷേ ഇന്നലെ വരെ നാം സ്നേഹിക്കുകയും ആദരിക്കുകയും നമ്മെ പോറ്റി വളർത്തുകയും നമ്മുടെ കൈയാണോ കാലാണോ വലുതാകുന്നത് എന്ന് നോക്കി കാത്തിരുന്ന് നമ്മളെ വളർത്തിക്കൊണ്ടുവന്ന് നമ്മുടെ പിതാക്കളും പാലൂട്ടി നമ്മളെ വളർത്തി വലുതാക്കി നമുക്ക് വേണ്ടി എല്ലാം സഹിച്ച്, ത്യാഗത്തിനുമേൽ ത്യാഗം സഹിച്ച്, വിയർപ്പിനുമേൽ വിയർപ്പ് തുടച്ചു മാറ്റിക്കൊണ്ട് വെയിലത്തും മഴയത്തും പണിയെടുത്ത് വളർത്തിത്തന്ന നമ്മുടെ സന്താനങ്ങൾ, അവരുടെ മാതാപിതാക്കളെ ഇതേപോലെ ചിതയിലേക്ക് പകുതിക്കത്തിയ മൃതദേഹങ്ങളെടുത്ത് വെള്ളത്തിലേക്ക് എറിയുകയും അതുപോലെ തന്നെ വെള്ളത്തിൽ മുക്കിയിട്ട് കൊണ്ടുവന്നിട്ട് ആ ചിതയിലേക്ക് വലിച്ചെറിയുകയും ചെയ്യുന്ന കാഴ്ച മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്നതാണ്. ഏതൊരു മനുഷ്യനായാലും നൊമ്പരപ്പെടുക തന്നെ ചെയ്യും. മൃതദേഹത്തോട് ഇത്രത്തോളം അവഗണന അവർ ഒരിക്കലും കാണിക്കാൻ പാടില്ലായിരുന്നു, കാണിക്കരുത്. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ അനുയായികളുമൊത്ത് വിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ
അതാ ഒരു മൃതദേഹം ആ വഴിയിലൂടെ കടന്നു വരുന്നു. അള്ളാഹിൻ്റെ റസൂല് എഴുന്നേറ്റ് നിന്നു. അപ്പോൾ സഹാബത്ത് ചോദിച്ചു, അനുയായികൾ ചോദിച്ചു, അല്ല പ്രവാചകരെ, അങ്ങ് എന്തിനാണ് എഴുന്നേറ്റ് നിൽക്കുന്നത്? അതൊരു ജൂതൻ്റെ മൃതദേഹമല്ലേ ആ കടന്നു പോകുന്നത്? ആ ജൂതൻ എന്ന് പറയുന്നത് നമ്മുടെ ശത്രുവിൽപ്പെട്ടതല്ലേ? നമ്മളെ ഒളിഞ്ഞും തെളിഞ്ഞും ആക്രമിച്ചു കൊണ്ടിരുന്നവരല്ലേ? പല പല സന്ധി സംഭാഷണങ്ങളിൽ ഏർപ്പെട്ടിട്ട് അതെല്ലാം ലംഘിച്ചവരല്ലേ? ഇന്നൊന്ന് പറയും നാളെ മറ്റൊന്ന് പറഞ്ഞുകൊണ്ട് ലംഘിക്കുന്നവരല്ലേ? അങ്ങനെ ലംഘിക്കുകയും നമ്മളെ ഉപദ്രവിക്കുകയും നമ്മളെ അവഗണിക്കുകയും നമ്മളെ കിട്ടുന്നിടത്ത് വെച്ച് കൊന്നൊടുക്കുകയും ചെയ്യുന്ന യുദ്ധങ്ങളിൽ അവർ പല പല ചൂഷണ മാർഗങ്ങളും ഉപയോഗിക്കുകയും ചെയ്ത് നമ്മളെ അങ്ങേയറ്റം നമ്മളെ വഞ്ചിച്ച ആ ഒരു സമൂഹത്തിൽപ്പെട്ട ഒരു അംഗം അല്ലേ നബിയെ ആ കടന്നു പോയത്? എന്തിനാണ് അവിടെ നിന്ന് എഴുന്നേറ്റെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അല്ല സഹാബത്തെ, ഞാൻ എഴുന്നേറ്റ് നിന്നത് ആ കൊണ്ടുപോയത് ഒരു കന്നുകാലിയുടെ മൃതദേഹമല്ല, ആ കൊണ്ടുപോയത് ചീഞ്ഞിളഞ്ഞൊരു പട്ടിയുടെ മൃതദേഹമല്ല, ഒരു പക്ഷിയുടേതല്ല, പിന്നെയോ ആ കൊണ്ടുപോയതൊരു മനുഷ്യൻ്റെ മയ്യത്താൻ. എന്നെപ്പോലെ നിങ്ങളെപ്പോലെ അനേകം കോടി ജനങ്ങളെപ്പോലെ ചോരയും നീരും ഉള്ള നല്ല ആരോഗ്യവും ശേഷിയുമുള്ള എല്ലാ നിലക്കും ബുദ്ധിയും വിവേകവുമുള്ള ഒരു മനുഷ്യൻ്റെ മയ്യത്താണ് ആ കൊണ്ടുപോയത്. ഞാൻ ജൂതൻ എന്ന ആ മതപരിഗണനയല്ല ഇവിടെ കണ്ടത്. ഞാനിവിടെ കണ്ടത് എന്താണ്? മനുഷ്യൻ എന്ന ആ മഹോന്നതമായ സ്ഥാനമാണ്. വലക്കത് കറംനാ ബനി ആദം, ആദമിൻ്റെ സന്തതികളെ ദൈവം ബഹുമാനിച്ചിരിക്കുന്നു, ആദരിച്ചിരിക്കുന്നു എന്ന് പഠിപ്പിച്ച വിശുദ്ധ ഖുർആൻ. ആ നിലക്ക് ഞാൻ ആദരിച്ചുകൊണ്ടാണ് എഴുന്നേറ്റത്. മനുഷ്യൻ എന്ന പരിഗണനയാണ് അദ്ദേഹത്തിന് നാം നൽകിയത്. ആ പരിഗണന പോലും നൽകാതെ അല്ലേ ഇസ്രായേലിലെ ജൂതന്മാർ ഗസയിലെ ആ പിഞ്ചു കുഞ്ഞുങ്ങളടക്കം 70,000-ഓളം മനുഷ്യരെ കൊന്നൊടുക്കുകയും ലക്ഷക്കണക്കിന് മനുഷ്യരെ തെരുവിലിറക്കുകയും വീടും എല്ലാം ഉപേക്ഷിച്ച് അവരെ ജോലിയും എല്ലാം ഉപേക്ഷിക്കേണ്ടി വന്നതും അവരെന്നും പട്ടിണിയും പരിവട്ടവുമായി കഴിയുന്നതും വെള്ളമില്ലാതെയും ഇരുട്ടത്ത് ജീവിക്കുന്നതും അതുകൊണ്ടല്ലേ?